أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمنوا بآياتنا فهم مسلمون. وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون. ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا فهم يوزعون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, കാണുന്നവന്മാർ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലും കാരണത്താലും അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായ സദസ്സിലാണ്. പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, 100,000 തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഒരല്പസമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദസ്സിൽ തന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ആളുകളൊക്കെയും ഈ സദസ്സിൽ ഒത്തുചേർന്നിരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചെലവഴിക്കുന്ന സമയം നമ്മുടെ പരലോക രക്ഷയ്ക്ക് വഴിയൊരുങ്ങുന്നൊരു നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ബലായിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ സദസ്സിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പഠിതാക്കളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. വിശ്വാസികളെ, മുവഹിദീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് റഹ്മാനായ റബ്ബിന്റെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസിലുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിന്റെ അരികിലേറെ സ്വീകാര്യതയുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും പല ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. നമ്മളെ ഹനീഫാക്കുവിന്റെ മോൻ ഷെറിയുടെ വൈഫ് സൈറയുടെ ഉമ്മ ആശുപത്രിയിലാണ്. ചെറിയൊരു കാലിന്റെ പൊട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വയസ്സിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രയാസത്തിലാണ്, ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഉമ്മാക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ഖൈറായ അവസ്ഥ എന്താണെങ്കിൽ ഖൈറിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ബുക്കാന്റെ പേരക്കുട്ടി, ഡ്രൈവർ ബുക്കാന്റെ പേരക്കുട്ടിയും വലിയൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ചെറിയ പൈതലാണ്, ഇപ്പോ ICUവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തിലേക്ക് റഹ്മാനായ റബ്ബ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. സിഹാഫിയിലേക്ക് അള്ളാഹു ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ റസാഖാക്കു നമ്മളെ ക്ലാസ് വന്നിട്ടില്ല. നമുക്കൊന്നൊരു ഫുഡ് അദ്ദേഹത്തിന്റെ വകയുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ഖൈർ ഏതാണോ ഖൈറിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പലരും ഇപ്പം നമ്മളെ ഉമറാക്കുവിന്റെ ഫാത്തിമാത്താന്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുആ ചെയ്തതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വാർദ്ധക്യമായ ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ സദസ്സിരിക്കുന്ന പലരും വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ ചികിത്സയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. കിഡ്നി സംബന്ധമായ പ്രയാസമുള്ള പഠിതാവ് നമ്മളെ ക്ലാസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പല നിലക്കും പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു സിഹ ആഫിയ, ആരോഗ്യവും ആഫിയത്തോടുകൂടിയുള്ള ആയുസ്സിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ലോകത്ത്. അള്ളാഹു മനുഷ്യരായി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹീത ഹിദായത്താണ്. ഹിദായത്ത് കിട്ടുക, അല്ലെ, അനക്ക് എന്തൊക്കെ നേടാൻ പറ്റിയെന്നൊക്കെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ ഈ ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ തെളിച്ചം തന്റെ ജീവിതത്തിൽ ലഭിക്കാൻ അവസരം ലഭിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ അത് കിട്ടിയവരാണ് ഇരിക്കണം ഞാനും നിങ്ങളും. വായുവും വെള്ളവും വെളിച്ചവും സൗകര്യങ്ങളും നൽകിയ പടച്ചുറബിന്റെ
ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ സാധിക്കുക എന്ന് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികൾ ലോകത്തുണ്ട്. അവർ അള്ളാഹ് നൽകിയ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജീവവായി ശ്വസിക്കുന്നു, അവൻ വിരിച്ച ഭൂമിയിലൂടെ നടക്കുന്നു, അവൻ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ റഹ്മാനായ റബ്ബിനെ വിസ്മരിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകൾ. ഖുർആൻ പറഞ്ഞല്ലോ ഹുവല്ലദീ ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഫമിൻഹും ഖുർആൻ പറയും ഹുവല്ലദീ ഖലഖക്കും ഫമിൻഹും ആമന വമിൻഹും മൻ കഫർ. വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ട്. ഈ ലോകത്തിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? നിർബന്ധിക്കൽ ഇസ്ലാമില്ല എന്നതുകൊണ്ടാണ്. മലക്കുകളെ പോലെ മനുഷ്യരാക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. മലക്കുകളുടെ പ്രകൃതി എന്താ? അനുസരിച്ചേ പറ്റൂ. അനുസരണക്കേട് എന്നത് അവിടെ പ്രകൃതത്തിലേ പാടില്ല. അതേപോലെ മനുഷ്യരെന്തുകൊണ്ടാക്കിയില്ല? വിശ്വാസികളെ, നമുക്ക് എന്തുകൊണ്ട് അള്ളാഹു ആക്കിയില്ല എന്നതിന് ഒരേ ഒരു ഉത്തരം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് സ്വർഗ്ഗ നരകം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മുടെ മുന്നിൽ രണ്ട് വഴികൾ കാണിച്ചു തരാം. അതാണല്ലോ ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് പുറത്തു പോകണം. നമ്മുടെ വാപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് കുൽനഹ്ബിതു മിൻഹാ ജമീആ, വിശ്വാസികളെ സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്തു പോകാൻ ആദം നബിയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഭൂമിയിൽ ചെന്ന് അങ്ങനെ തലമുറകളായി നിങ്ങൾ വളർന്നു വികസിക്കുമ്പോ സത്യവും അസത്യവും വേർതിരിക്കാൻ വേണ്ടി, സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ പക്കൽ നിന്നുള്ള ദൂതന്മാർ വരുമ്പോ ഫമൻ തബിയ ഹുദായ, ആരാ സന്മാർഗത്തെ തന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കുന്നുവോ, ഇഹത്തിലും പേടിക്കേണ്ട, പരത്തിലും പേടിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ ആശങ്കകൾ ഉണ്ടാവും. ദുനിയവിയായ പ്രശ്നങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ, നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും ഇപ്പൊ ഈ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പല വഴിയിലൂടെ ഇങ്ങനെ ചെറിയ രൂപത്തിൽ പോകും. നിസ്കരിക്കാൻ നിന്നാലടക്കം അങ്ങനെയാണ്. മനുഷ്യന്റെ ആശങ്കകളാണ്. കുറച്ചോനെ ഇനി ആ കാര്യം ചെയ്യാൻ എന്താ കാണിക്കുക? സാമ്പത്തികമായ കുറച്ച് പരാധീനതകളുണ്ട്, ബിസിനസ് രംഗത്ത് ചില ക്ഷീണങ്ങളുണ്ട്, അല്ലെങ്കിൽ വരുമാനക്കുറവുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആശങ്കകളാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നൽകിയൊരു സന്ദേശം നിങ്ങൾ നോക്ക്. യഥാവിധി സിട്ടാവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ഒരുക്കുകയാണെങ്കിൽ ദുനിയാവിലും അല്ലാഹ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെന്നാണ് ഖുർആന്റെ വാക്കാണത്. ഈ ദുനിയാവിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. അതിനെന്തു വേണം? അള്ളാഹുവിൽ നിന്നുള്ള ആ ദിവ്യ ബോധനം, ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കും. ഖുർആൻ പറയ ഫലാ ഖൗഫുൻ അലൈഹിം, ഒരു പേടിയും അവർ പേടിക്കണം. അല്ലാഹ് ഇടപെടും. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഇടപെട്ടിട്ടില്ലേ? കുറെ കാര്യങ്ങളിൽ, ആയിരക്കണക്കിന് കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രകൃതി എന്താന്ന്? ഈ ഇരിക്കണം നിങ്ങളെ പറ്റിയല്ല സൂചിപ്പിക്കുന്നത്. ഇടപെടാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതും ഇങ്ങനെ പിടിച്ച് റബ്ബിനെ വിസ്മരിക്കുന്ന പലപ്പോഴും ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇടപെട്ട് നമുക്ക് സുഖവും സൗകര്യവും ഐശ്വര്യവും നൽകിയ വിഷയത്തെ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ സബബായി സ്വീകരിക്കണം. അതാണ് വിശ്വാസികളെ നമ്മുടെ നിലപാടാകേണ്ടത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല, അത് വിഷയാക്കണ്ട. അതൊരു പരീക്ഷണം എന്ന നിലക്ക് നമ്മൾ കാണും. ഏതായിരുന്നാലും വിശ്വാസികളെ, ഇഹത്തിലും പരത്തിലും പടച്ചുറപ്പിന്റെ അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്നവർ. അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലുകൾ നമുക്കുണ്ടാകും. നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കുന്നവരാകണം. അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി മാനിക്കുന്നവരാകണം. എങ്കിൽ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ലേ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. മൂസാ നബിയെയും വിശ്വാസികളെയും കണ്ണീര് കുടിച്ച ദുഷ്ടനും ഈ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയുമായ ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. കാരണം മൂസാ നബിയെ വല്ലാതെ വിഷമിപ്പിച്ചു ധിക്കാരിയായ മൂസാ നബിയെ വിഷമിപ്പിച്ചു ഫിറോൻ. മൂസാ നബിയെയും വിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യത്ഭുതകരമാവണ്ണം രക്ഷപ്പെടുത്താം. ആ ആയത്ത് ഖുർആൻ ഇങ്ങനെയാണ്: വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കെ. ആരെങ്ങാലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ചെങ്കടൽ തീരത്തേക്ക് മൂസാ നബിയോടും വിശ്വാസികളോടും അല്ലാഹു പോകാൻ ആവശ്യപ്പെടുകയാണ്. അത് റഹ്മാനായ റബ്ബിന്റെ അത്യത്ഭുതകരമായ ഇടപെടലുകളാണ്. കടൽ തീരത്തെത്തിയ, സമുദ്രതീരത്തെത്തിയ മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസികൾ ആശങ്കാകുലരാവുകയാണ്.
മൂസാ ഇന്നാ ലമുദ്റകൂൻ, ശത്രുക്കൾ ഞങ്ങൾ വെട്ടി നുറുക്കൂലേ. ഫിറൗനും കൂട്ടരുമല്ലേ പിറകിൽ വരുന്നത്. മൂസാ നബിയെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അസ്ഹാബ് മൂസ സംസാരിക്കാം. അവിടെ നിങ്ങൾ ആലോചിച്ചു മൂസാ നബിയുടെ ഒരു അനുഗ്രഹീതമായ ഒരു സ്റ്റേണായ നിലപാട്. ഞാൻ ചോദിക്കട്ടെ, ഈ ക്ലാസ് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നാൽ എന്റെ റബ്ബ് എന്റെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളൊരു മാനസിക ധൈര്യത്തിലേക്ക് എത്തിയ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? നമ്മുടെ വിശ്വാസം അങ്ങോട്ട് നമ്മെ എത്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ എന്റെ റബ്ബ് എന്നെ കൈവടിയില്ല, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. അല്ലേ? മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകള് മൂസാ ഇന്നാ ലമുദ്റകൂൻ, മൂസാ ഫിർഔൻ വന്ന് നമ്മൾ വെട്ടിനുറുക്കൂലേ, നമ്മളെ വകവരുത്തൂലേ, എങ്ങോട്ടാണ് മൂസാ ഞങ്ങളെ നീ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കരുത്തുറ്റൊരു വാക്കെന്താ? കല്ലാ ഇന്ന മഅഇ റബ്ബീ സയഹ്ദീൻ. പേടിക്കണ്ടടോ, അള്ള നമ്മുടെ കൂടെയില്ലേ, അള്ള നമ്മെ സഹായിക്കില്ലേ, റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂലേ. വിശ്വാസികളെ, കരുണാവാരിധിയായ റബ്ബതായി ഇടപെടുകയാണ്. കയ്യിൽ വടിയുണ്ട് മൂസാ നബിയുടേത്. വന്ന ഉടനെ തന്നെ വടി കൊണ്ട് സമുദ്രത്തിലടിച്ചാൽ സമുദ്രം പിളരൂല. മുഅ്ജിസത്ത് പറഞ്ഞാൽ അള്ളാഹു ഇടപെടുമ്പോ പ്രവാചകന്മാരുടെ പ്രകടമാകുന്ന തെളിവാണ് മുഅ്ജിസത്ത്. മൂസാ നബിയുടെ കയ്യിൽ വടിയുണ്ട്, വന്ന ഉടനെ തന്നെ ഒരു അടിയടിച്ചാലോ വെള്ളം ശരീരത്തിന് തെറിക്കേ ചെയ്യുള്ളൂ. അള്ള ഇടപെടണം. റഹ്മാനായ റബ്ബ് പറഞ്ഞു മൂസാ ഫളരിബ് ബിഅസാകൽ ബഹർ, മൂസാ നിന്റെ വടി കൊണ്ട് സമുദ്രത്തിലടിക്കണം. ലോകാത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ അവിടെ സംഭവിച്ചത്. സമുദ്രമത രണ്ട് ഭാഗത്തേക്ക് വഴിമാറുകയാണ്. സുന്ദരമായ റോഡ് അവർക്ക് നടന്നു പോകാൻ പറ്റത്ത വിധത്തിൽ അവിടെ ഉണ്ടാകുന്നു. അല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം എന്താ? ഇവർ ഇറങ്ങിപ്പോകുന്നത് ഫിർഔനും കൂട്ടരും കാണണം. അതുവഴി മൂസാ നബിയുടെ സഞ്ചരിച്ച വഴിയിലൂടെ അവരും ഇറങ്ങണം. അവരക്കരെ പറ്റിയാൽ ഇവർ റഹ്മാനായ റബ്ബിനെ കൈകാര്യം ചെയ്യണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വിശ്വാസികളെ, അതല്ലേ സംഭവിച്ചത്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, ഈ ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളുണ്ടോ അള്ള ഇടപെടും. നമ്മൾ വിശ്വാസികളാകണം, 5 നേരം നമസ്കരിക്കുന്നവരാകണം, കറകളഞ്ഞ മുവഹിദീങ്ങളാകണം, റഹ്മാനായ റബ്ബിൽ വിശ്വസിച്ചവന്റെ തൃപ്തിക്കു വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തുന്നവരാകണം. ശൈത്താന്റെ നിർദ്ദേശങ്ങൾക്ക് സതുപദേശങ്ങൾക്ക്, സുഹൃത്തെ, ദുർബോധനങ്ങൾക്ക് സതുപദേശമല്ല, ദുർബോധനങ്ങൾക്ക് നമ്മൾ വശംവദരാകാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ആയത്ത് എന്താണെന്നോ, നന്മക്ക് നേരെ, സത്യത്തിന് നേരെ കണ്ണടക്കുന്നവരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഒരു നന്മയുടെ വഴിയിലേക്ക് വരില്ല, ഒരു ഹിദായത്ത് കിട്ടൂല, നരകത്തിൽ പോകുന്ന വലിയൊരു ശതമാനം ആളുകൾ ആരാണെന്നോ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്താത്തവർ, ചെവിയുണ്ട് വേണ്ടത് കേൾക്കാത്തവർ, കണ്ണുണ്ട് വേണ്ടത് കാണാത്തവർ. പ്രിയപ്പെട്ടവരെ, സുന്ദരമായ 2 കണ്ണെനിക്കും നിങ്ങൾക്ക് റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദിയാണ് ഈ മജ്ലിസ്. ലേ സൂറത്ത് നംലിലെ 2 ആയത്ത് ബോർഡിൽ എഴുതി. വിശ്വാസികളെ, അത് ഞാനും നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കണ്ണും കാതും അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി, അവന്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുന്നുവെങ്കിൽ ഇതിലേറെ വലിയൊരു അനുഗ്രഹീതമായ മജ്ലിസ് വേറെ ഏതാ? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഈ കണ്ണുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രായവ്യത്യാസമില്ലാതെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഹറാമ് കാണല്ലേ കണ്ണുകൊണ്ട്, വേണ്ടാത്തരങ്ങൾ കാണല്ലേ കണ്ണുകൊണ്ട്. ഇന്നത്തെ കൈകളിലിരിക്കുന്ന ഫോണിൽ എല്ലാ നെറികേടുകളും ചീഞ്ഞളിഞ്ഞ സാധനങ്ങളും കാണാൻ അവസരങ്ങളേറെയാണ്. എത്ര സമയമാണെന്നോ ആളുകൾ ഈ ഹറാമിന്റെ ലോകത്ത് സഞ്ചരിക്കുന്നത്. അള്ളാഹു നൽകിയ സുന്ദരമായ കണ്ണുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ, സുഹൃത്തെ, ഖബറിൽ നിന്ന് ഞാനും നിങ്ങളും എണീറ്റ് വരിക കണ്ണില്ലാത്തവരായിട്ടാണ്. ശ്രദ്ധിച്ചോ, ഓരോരുത്തരും ശ്രദ്ധിച്ചോ. വല്ലവരും ഹറാം ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അനാവശ്യങ്ങൾ, ഈ വേണ്ടാത്തരങ്ങൾ ഈ കാതുകൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കോ. ഇനിമേലിൽ ഞാൻ കേൾക്കുകയില്ല കാണുകയില്ലെന്ന് എന്റെ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പ്രായ വ്യത്യാസമില്ലാതെ ആലോചിച്ചോ. ഖബറിന്ന് കണ്ണ് അള്ളാഹുവിന്റെ തൃപ്തിയല്ലാത്ത വഴിയിൽ ചെലവഴിച്ചോൻ ഖബറിന്ന് വരെ എങ്ങനെയെന്നോ? ഖുർആൻ പറയാനോ, മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ.
അള്ളാനെ വിസ്മരിച്ചുകൊണ്ട് ലോകത്ത് സഞ്ചരിക്കുന്നവന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ക്ലേശകരമായ ജീവിതം റബ്ബ് നൽകുന്നതാണ്. ഖുർആന്റെ ആയത്ത് ഷാജു ഒന്ന് ആലോചിച്ചു നോക്കാണി. ഈ ആയത്ത് ഒമൻ അഅറള അൻ ദിക്രി, ആ റബ്ബിന്റെ വചനങ്ങൾ നിഷേധിച്ചോ അവൻ ഈ ദുനിയാവിൽ തന്നെ പ്രയാസകരമായ ജീവിതം നൽകുന്ന ആയത്ത് വളരെ ഗൗരവമാണ്. സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ലോകത്ത് ജീവിച്ചാൽ ഇവിടെ തന്നെ പടച്ചോൻ പ്രയാസം തരുന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അവിഹിതത്തിന്റെ ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു സഹോദരൻ എയ്ഡ്സ് പോലുള്ള മഹാമാരിയിലേക്ക് എത്തിപ്പെടുന്നു. വിശ്വാസികളെ റബ്ബിനെ മറന്നുകൊണ്ട് സഞ്ചരിച്ചാൽ ഇവിടെ തന്നെ റബ്ബ് ക്ലേശങ്ങൾ നൽകും. എന്നിട്ടോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്തവൻ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരുന്നത് കണ്ണില്ലാത്തവനായിട്ടാണ്. സുന്ദരമായ 2 കണ്ണുണ്ടായിരുന്നു, കണ്ണട പോലും വെക്കാത്തവനായിരുന്നു ഖബറിലേക്ക് ഇറക്കുമ്പോൾ. പക്ഷെ അവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നത് കണ്ണില്ലാത്തവനായിട്ടാണ്. അവൻ ചോദിക്കുന്നു, അല്ലാ ലിമ ഹശർതനി അഅ്മാ, അല്ലാ എന്തേ എന്നെ നീ കണ്ണില്ലാത്തവനായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? വഖദ് കുന്തു ബസീറാ, ഞാൻ കണ്ണുള്ളവനായിരുന്നുവല്ലോ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ച എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ആ സമയത്ത് റഹ്മാനായ റബ്ബ് പറയുന്ന വാക്ക് ഖുർആനല്ലേ മുഅ്മിനീങ്ങളെ നമ്മോട് സംസാരിക്കുന്നത്. ഇത് വേറെയുള്ള വർത്തമാനങ്ങളല്ലല്ലോ, കെട്ടുകഥകളല്ലല്ലോ, പൊടിപ്പുന്തെങ്കിലും വെച്ച് എന്തെങ്കിലും പറയുകയല്ലല്ലോ. സൂറത്ത് ത്വാഹയിലൊരായത്താണിത്. എന്തേ റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്? ആ സമയത്ത് അല്ലാഹ് പറയുന്നു, കാലകദാലിക അചതുകായാതുനാ ഫനസീതഹാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുന്നിൽ വന്നു, നീ അതിലേക്ക് ചെവി കൊടുത്തില്ലല്ലോ, നീ അത് ശ്രദ്ധിക്കാൻ ഒരുക്കമായില്ലല്ലോ. അള്ളാനെ ഈ ദുനിയാവിൽ മറന്നതുകൊണ്ട് പടച്ചോൻ പറയാണ്, അന്നെ ഇവിടെ ഞാനും മറന്നിരിക്കുന്നു. വിശ്വാസികളെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തിപ്പോയാൽ ഒരു പേടിയും പേടിക്കണം. അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിയത്തുണ്ടോ എന്ന് ആലോചിക്കും, നമ്മുടെ മക്കളിലുണ്ടോ എന്ന് ആലോചിക്കും, നമ്മുടെ ഇണകളിലുണ്ടോ എന്ന് ആലോചിക്കും, നാം സ്നേഹിക്കുന്നവരിലുണ്ടോ എന്ന് ഗൗരവത്തോടെ ആലോചിച്ചോ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഒരുമിക്കുന്നൊരു ലോകമുണ്ട് ലേ, മക്കളും കുട്ടികളും കുടുംബങ്ങളും ഒത്തുചേരുന്നൊരു ലോകം ലേ. മരിച്ചുപോയ വാപ്പയെ കാണാൻ ആഗ്രഹിക്കാത്ത മക്കളാരാ? മരിച്ചുപോയ ഉമ്മയെ കാണാൻ ആഗ്രഹിക്കാത്ത മക്കളാരാ? മരിച്ചുപോയ ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തവരാരാ? ഇളം പ്രായത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്ന മക്കളില്ലേ, കാണാൻ കൊതിക്കാത്തവരാരാ? വിശ്വാസികളെ, ഈമാനോടുകൂടിയാണോ അവർ യാത്രയായതെങ്കിൽ നമ്മളും ഈമാനോട് റഹ്മാനായ റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിയാൽ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ജന്നാത്തു അദിനില്ലതീ വഅത്തഹും, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിന്റെ അവസ്ഥ ഖുർആൻ പറയാണെന്നോ. വമൻ സ്വലഹ മിൻ ആബാഇഹിം, സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ ഒത്തുചേരുന്ന വല്ലാത്തൊരു സന്തോഷത്തിന്റെ ലോകമാണത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പഠിതാവിന്റെ മോന് ചിക്കൻ ബോക്സിന്റെ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹു ആ മോന് ആശ്വാസം നൽകുമാറാകട്ടെ. പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോ അത് കാരണത്താൽ വീട്ടിൽ വന്നിരിക്കുന്ന ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് വല്ലാത്ത 2 ആയത്താണ്. നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പറ്റുന്നേടത്തോളം വിശദീകരിച്ച് നമ്മൾ ഈ ആയത്ത് പൂർത്തിയാക്കും. എല്ലാവരും കണ്ണു തുറന്ന് ഹൃദയ സാന്നിധ്യത്തോടെ ഒരായത്തോതുമ്പോ എനിക്ക് കൂലി കിട്ടണം. ഈ സ്റ്റെപ്പ് കയറി വന്ന് തിരിച്ചു പോകുമ്പോ കുറേ നന്മകളുമായി നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മളെ ഖബറിലേക്ക് ഒരു സമ്പാദ്യമാകണം. നമ്മളെ തനിച്ചുള്ള യാത്രയിൽ നമ്മളെ മൂക്കിൽ പഞ്ഞി വെച്ച് കാല് കെട്ടി താടിയെല്ല് കെട്ടി കിടത്തുന്നു മുതൽ സുഖം കിട്ടണം. പ്രിയപ്പെട്ടവരെ, അതൊരു വാശിയാണ്. ഈ ഇരിക്കണം എനിക്കും നിങ്ങൾക്ക് വാശിയില്ലേ പ്രിയപ്പെട്ടവരെ? വാശിയുടെ കാര്യത്തിൽ ആരും മോശക്കാരല്ല, പക്ഷേ വാശി കാണിക്കേണ്ട ഒരു ഫീൽഡാണ്. വാശി കാണിക്കേണ്ട ഒരു ഫീൽഡാണിത്. ഓക്കെ, ഞാൻ ഇങ്ങനെ തിരിക്കേണ്ട ശബ്ദമല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, വാശി കാണിക്കേണ്ട ഒരു ഫീൽഡാണ് അല്ലേ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. വാശി കാണിക്കുന്നവർ വാശി കാണിക്കേണ്ട ഫീൽഡാണിത്. വിശ്വാസികളെ, അനുഗ്രഹത്തിന്റെ സ്വർഗം ലഭിക്കണം അല്ലേ? നമ്മുടെ പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ അല്ലാഹ് ഹസനത്ത് കൊണ്ടാ. എന്താ സഹോദരങ്ങളെ ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നോ? സ്വാലിഹീങ്ങളായ മക്കൾ, സ്വാലിഹീങ്ങളായ ഇണ, സുഹൃത്തെ, ഹലാലായ സമ്പാദ്യം, ഇതൊക്കെ ദുനിയാവിൽ ഹസനത്ത്. നമ്മളാ പ്രാർത്ഥന ഏറ്റവും റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന റബ്ബനാ ആതിനാ. ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ റുക്കുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. റുക്കുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ
എല്ലാവരും പ്രാർത്ഥിക്കണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ചിന്ത, ദുനിയാവിൽ അസത്താണ് ചില ആളുകൾ വിചാരിച്ച് കുറെ മുതലെന്ന്, കുറെ സ്ഥാനമാനങ്ങൾ എന്നാ. അല്ല പ്രിയപ്പെട്ടവരെ, 10 രൂപയാണ് കൈകളിലെങ്കിലും ഹലാലാകണം. സുഹൃത്തെ, ഹലാലായ സമ്പാദ്യം ഒരു ഫിൽസ് പോലും ഹറാമായി നമ്മുടെ കൈകളിൽ വരാൻ പാടില്ല. സുഹൃത്തെ, നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകൂല. ആഖിറത്തിൽ ഹസനത്ത് എന്താ ആഖിറത്തിൽ ഹസനത്ത്? ഈമാനോടെ മരിക്കാൻ പറ്റുക എന്നുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുക. മലക്കുകൾ വന്ന് തൊട്ട് തലോടി നമ്മളെ റൂഹിനെ പിടിച്ചുകൊണ്ടുപോകുന്ന സന്തോഷകരമായ മുഹൂർത്തം. യാ അയ്യത്തുഹൻ നഫ്സുൽ ചല്ലൂ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം. ഈ മഹാസൗഭാഗ്യത്തിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. لا إله إلا الله യുടെ കാര്യത്തിൽ കനിഷ്ഠതയുള്ളവൻ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കാര്യത്തിൽ കൃത്യതയുള്ളവൻ, എന്റെ റബ്ബന്റെ രക്ഷിതാവാണെന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ മരിക്കുന്ന സമയത്ത് മലക്ക് വന്നവൻ ആശ്വസിച്ചു കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യത്തിൽ നമുക്ക് അർഹരാകാൻ സാധിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ വഖഅൽ ഖൗലു അലൈഹിം. വിശ്വാസികളെ, അന്ത്യദിനത്തിന്റെ ഗൗരവത്തെ പറ്റിയുള്ള സൂചനയാണിത്. അന്ത്യദിനത്തിന്റെ വചനം അവർ സ്ഥിരപ്പെടാൻ പോകുമ്പോൾ എന്താണെന്നോ കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനം, പ്രവാചകന്മാർ വിളിച്ചയിടത്തേക്ക് വരാത്തവർ, അമ്പിയാക്കൾ നിഷേധിച്ചവർ, ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണടക്കുന്നവർ, ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങോട്ട് പോകുന്നവർ, നന്മയിലേക്ക് വിളിക്കുന്ന അമ്പിയാക്കളെ വകവരുത്താൻ ശ്രമിക്കുന്ന ധിക്കാരികൾ, അവരുടെ കാര്യത്തിൽ പറയാണ് അന്ത്യദിനം സംഭവിക്കുമ്പോൾ കാര്യം വിവരറിയും. വൈദാവക്ക സംഭവിക്കുമ്പോ അൽ ഖൗലു, എന്താ സഹോദരങ്ങളെ കൗൽ? അതുകൊണ്ട് ആ വാക്ക് സ്ഥിരപ്പെടാന്ന് പറഞ്ഞാൽ ഖിയാമന്നാൾ സംഭവിക്കുമ്പോൾ എന്നാണ് ആ കൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വക്ക അല്ലെ, ഒരു സൂറത്തിന്റെ പേര് വാഖിഅ എന്നാണ് അല്ലേ. ഇദാ വഖഅത്തിൽ വാഖിഅ ചല്ലൂ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബത്താ. എന്താ ഇദാ വഖഅത്തിൽ വാഖിഅ? ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്നവനായിട്ടാരുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഖിയാമത്ത് സംഭവിക്കുന്നവരെ ഉണ്ടാവില്ല എന്ന് പറയും. സംഭവിച്ചു കഴിയുമ്പോഴോ ശരീരം കൊണ്ട് അനുഭവിക്കും, ആർക്കും ഇത് നിഷേധിക്കാൻ ഉണ്ടാവില്ല. അതാണ് ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിന്റെ സംഭവ്യതയെ നിഷേധിക്കാനായിട്ടാരുമില്ല. ഖാഫിള റാഫിഅ. എന്താ ഖാഫിള? ചില ആളുകളെ ഉയർത്തുന്ന ലോകമാണത്, ചില ആളുകളെ പിടിച്ച് താഴ്ത്തുന്ന ലോകമാണത്. നമ്മൾ വലിയവന്മാരാണെന്ന് വിചാരിച്ചവർ സുഹൃത്തെ, അവിടെ അടിയിലേക്ക് പോകുന്ന ലോകം അല്ലേ. ഒന്നും ആരും ശ്രദ്ധിക്കാതെ സാധുക്കളായ പലരും ഉയർന്നു വരുന്ന ലോകം. ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ഉയർച്ച നൽകുന്ന ലോകം. സമ്പത്തിന്റെ ഹുങ്കുകൊണ്ട് ആ പാവപ്പെട്ട സ്വഹാബിയെ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ വലിച്ചഴച്ച ഉമ്മിയത്ത് ബിൻ ഖലഫിനെ പിടിച്ചു താഴ്ത്തുന്ന ലോകം. അതാണ് പരലോകം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉയർച്ച നൽകുന്ന ലോകം. അധികാരം കൊണ്ട് ഇബ്രാഹിം നബിയെ കണ്ണീര് കുടിപ്പിച്ച നമ്രൂദിനെ ഖാഫിള റാഫിഅ ഖാഫിളത്തുർ റാഫിഅ. അല്ലാത്തൊരായത്തെ രണ്ട് വാക്കിൽ വലിയൊരു ലോകം പോലെ വിശാലമായ ഒരു ആശയ ഖുർആൻ ഉൾപ്പെടുത്തി. ചിലവരെ പിടിച്ചു താഴ്ത്തുകയും ചിലവരെ പിടിച്ചുയർത്തുകയും ചെയ്യും അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന് സ്ഥാനം നൽകുന്ന ലോകം അല്ലേ. അഹങ്കാരിയായ ധിക്കാരിയായ അബൂജഹലിനെ പിടിച്ചു താഴ്ത്തുന്ന ലോകം. വിശ്വാസികളെ, ഈമാനുള്ളവർക്കാണ് റഹ്മാനായ റബ്ബിന്റെ അരികിൽ സ്വീകാര്യത. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് വാഖിഅ എന്ന സൂറത്തിന്റെ അർത്ഥം. ഇവിടെയും സഹോദരാ, ഇദാ വഖഅൽ ഖൗലു,
ആ വാക്ക് സ്ഥിരപ്പെട്ടു കഴിയുമ്പോ ഖിയാമത്ത് യാഥാർത്ഥ്യമായി വരുന്നതിനോട് ബന്ധപ്പെട്ടൊരു വിഷയം ഖിയാമത്ത് അലാമത്തായി റസൂലുള്ളാഹി പലതും പറഞ്ഞിട്ടുണ്ട്. 5 ദിനത്തിന്റെ ലക്ഷണമായിട്ട് ഒന്നാമത്തെ ലക്ഷണം ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് ഒന്നാമത്തെ ലക്ഷണം എന്താ? അന്ത്യപ്രവാചകൻ അല്ലേ? ഇനി പ്രവാചക ശൃംഖല വരാനില്ല. അതുകൊണ്ടാ റസൂലുള്ളാഹി ഞാനും ഖിയാമത്ത് ഇങ്ങനെയാണെന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. സൂറത്ത് ഒരു ആയത്ത് നബിക്കറിയാൻ, ഹൽ യൻദുറൂന ഇല്ല സാഅ, അവരെന്തിനെയാണ് കാത്തിരിക്കുന്നത്? ഖിയാമത്തിനെയാണോ കാത്തിരിക്കുന്നത്? ഹൽ യൻദുറൂന ഇല്ല സാഅ അൻ തഅതിയഹും ബഗ്തതൻ, അന്ത്യദിനം പെട്ടെന്നാ സംഭവിക്കുക. എന്നിട്ട് ആയത്തിന്റെ വാക്ക് എന്താ? ഫഖദ് ജാ അശ്റാത്തുഹാ, അതിന്റെ ലക്ഷണങ്ങൾ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഖിയാമത്ത് ചില ലക്ഷണങ്ങൾക്ക് റസൂലുള്ളാഹി പറഞ്ഞ് 99.4% പുലർന്നിരിക്കുന്നു. നബി പറ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഞാനാണെന്ന്. പല ലക്ഷണങ്ങളും പ്രവാചകൻ തിരുമേനി പറഞ്ഞിട്ട് അതിൽ 2 പ്രബലമായ 2 ലക്ഷണങ്ങൾ പെട്ട ഒന്നാണിത്. ഒരു ജന്തു ഭൂമിയിൽ വരിക എന്നുള്ളത്. ധാബത്തുൽ അർള്. എന്നാൽ ഇതിന്റെ വിശദീകരണം സുഹൃത്തെ ഞാൻ പറയാൻ അർഹനല്ല, എനിക്ക് സാധ്യമല്ല. എന്താണ് ആ ജന്തു? എന്താണ് ആ അവസ്ഥ? എന്തു ഭാഷയാണ് സംസാരിക്കുക? എവിടെയാണ് ഇത് ഇറങ്ങുക? അല്ലാഹു ആലം എന്ന് മാത്രമേ നമുക്ക് തടിക്ക് നല്ലതാണ്. ഒരു ഹദീസിൽ കൃത്യമായി ഒരു വചനങ്ങളിലും പ്രവാചകന്റെ വചനങ്ങളിലും ഈ ഒരു ധാബത്തുൽ അർളിനെ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ധാബത്തുൽ അർള് ഭൂമിയിൽ വന്നാൽ സുഹൃത്തെ ഇതിനോടനുബന്ധിച്ച് ഇരട്ടയായി ശരിക്കും എന്നാൽ ഒരു വളരെ ഒന്നിനൊന്ന് പിറകെയായിട്ട് വരുന്ന 2 ലക്ഷണങ്ങളാണ്. ഒന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക, മറ്റൊന്ന് ധാബത്തുൽ അർള് വരിക. ഇത് രണ്ടും പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കുട്ടിക്കും വിശ്വാസിയാകാൻ പറ്റില്ല. ധാബത്തുൽ അർളിനെ കാണുമ്പോൾ മനുഷ്യന്മാർക്ക് വിശ്വാസിയാകണം തോന്നിപ്പോകും. ഇത് എപ്പോഴാ വരിക? ഷിറാറുൽ ഖൽഖിന്റെ മേല, ഏറ്റവും നീച നികിഷ്ട ജീവികളുടെ മേൽ. അല്ലാഹ് എന്ന് പറയാൻ മനസ്സില്ലാത്ത തമ്മാടിക്കൂട്ടങ്ങൾ ലോകത്ത് വ്യാപകമാകുമ്പോൾ സുഹൃത്തുക്കളെ എപ്പോഴാ ഖിയാമത്ത് സംഭവിക്കുന്നത്? ആണല്ലോ ലാ യൻഫഉ നഫ്സുൻ. സൂറത്ത് അൻആമിലെ 158-ാമത്തെ വചനത്തിൽ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖുർആൻ പറഞ്ഞത് ധാബത്തുൽ അർള് വരുന്നു, പടിഞ്ഞാറ് എന്നും ഉദിക്കുന്ന സൂര്യൻ കിഴക്കുദിക്കുന്നൊരവസ്ഥ വരിക. കിഴക്ക് കിഴക്ക് വെച്ച് പടിഞ്ഞാറ് അസ്തമിക്കല്ലേ, പടിഞ്ഞാറെന്ന് ഉദിച്ചു വരിക. അതോടുകൂടി പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന അവസ്ഥ വരുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ ഖിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇതിന് സംഭവിക്കുന്നതോടുകൂടി എല്ലാവർക്കും ആമന്ന അസ്ലംന എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കും, വലിയ ബേജാറൊക്കെ കൂട്ടും. പക്ഷേ ലാ യൻഫഉ നഫ്സുൻ ഈമാനുഹ, ഖുർആൻ പറയണം, ഒരാളെ ഈമാനും അള്ളാഹു സ്വീകരിക്കൂല. അതാണല്ലോ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇന്നല്ലാഹു യഖ്ബിലു തൗബത അബ്ദിഹി, ഒരടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കരുത് എന്നുള്ള വലിന് വരുന്നവര്. പ്രവാചകൻ തിരുമേനി പറഞ്ഞ ഒരാളുടെ ഒരടിമയുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ, ഒരു ഹദീസാണ്, ഒരു പകൽ ചെയ്യുന്ന പാപിയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ രാത്രി അല്ലാഹു കൈനീട്ടി നിൽക്കുന്നു. രാത്രി ചെയ്യുന്ന പാപിയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പകൽ അല്ലാഹു കൈനീട്ടിയിരിക്കുന്നു. ഹത്താ തത്ലുൽ ശംസു മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരേക്കുമെന്ന്. ഇവിടെവരെ ഖിയാമത്ത് ലക്ഷണമായിട്ട് അല്ലാഹു പറഞ്ഞൊരു വിഷയമാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നതും ഇതും. ഇവിടെ നോക്ക്, വൈദാ വഖഅൽ ഖൗലു, ആ സംഭവം അഥവാ യാഥാർത്ഥ്യം സംഭവിച്ചു കഴിയുമ്പോൾ, സംഭവിക്കാൻ പോകുമ്പോൾ, അഖ്റജ്നാലഹും, അവർക്ക് നാം പുറപ്പെടുവിപ്പിക്കും, അവരിലേക്ക് കടന്നു വരും, പുറത്തിറങ്ങി വരും. ദാബത്തൻ മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു മൃഗം. എന്നിട്ട് എന്താ? തുകല്ലിമുഹും, ആ മൃഗം അവരോട് സംസാരിക്കും. അല്ലാഹു അലം, എങ്ങനെ സംസാരിക്കും? ഏത് രൂപത്തിൽ സംസാരിക്കും? ഏത് ഭാഷയിലാണ് സംസാരിക്കുക? എന്തായിരിക്കും ആ മൃഗത്തിന്റെ രൂപഭാവങ്ങൾ എന്നതൊക്കെ പ്രിയപ്പെട്ടവരെ പലരും പ്രമാണങ്ങളിൽ വരാത്തതിനാൽ പലതും അങ്ങനത്തെ രൂപത്തിൽ ഇങ്ങനെ രൂപത്തിലൊക്കെ വിശദീകരണങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നമ്മളൊന്നും വിശ്വാസയോഗ്യമല്ല. നമ്മളതിനെ വിശദീകരിച്ചിട്ട് ആനന്റെ തല, മറ്റീന്റെ കഴുത്ത്, മറ്റീന്റെ ഉടലിൽ നിന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അതിനെ വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹ് പറഞ്ഞോടത്ത് നിൽക്കലാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ ആ മൃഗം വന്നിട്ട് സംസാരിക്കണം എന്താ? അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ, മനുഷ്യരെ
നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയാണല്ലേ, നിങ്ങൾ റബ്ബിനെ വിസ്മരിക്കുകയാണല്ലേ, കരുണാവാരിധിയായ റബ്ബിനെ മറന്നുകൊണ്ടാണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്നാ മൃഗം അവരോട് സംസാരിക്കും. ചെല്ലോ ഇദാ വഖഅൽ ഖൗലു അലൈഹിം വഇദാ വഖഅൽ ഖൗലു അലൈഹിം. ഈ ഒരു സംഭവം വരുന്നതിന്റെ മുമ്പൊക്കെ നമ്മൾ ഇവിടുന്ന് പോകും. വിശ്വാസികൾ അള്ള കൊണ്ടുപോകും. മനസ്സിലാണ്ടല്ലോ, ദാവത്തിൽ അള്ളന്റെ വർത്താനം കേൾക്കുന്നതിന് മുമ്പേ അതൊക്കെ ഏറ്റവും സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ മാത്രം നിലകൊള്ളുന്നൊരു സന്ദർഭത്തിലാണിത് വരും. ഈമാനുള്ളവരൊക്കെ അള്ളാഹു അതിന്റെ മുമ്പ് പ്രവാചകന്റെ ഒരു ഹദീസ്, ഈ ഖിയാമത്ത് ബന്ധപ്പെട്ട ഒരു ഹദീസ്, നീണ്ടൊരു ഹദീസിൽ കാണാൻ പറ്റും. പടിഞ്ഞാറുന്നൊരു കുളിർക്കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോ അത് ഏൽക്കുന്ന വിശ്വാസികളൊക്കെ മരിച്ചു വീഴുന്നു. അത് ഈസാ പ്രവാചകന്റെ വരവും ദജ്ജാലിന്റെ അക്രമവും ദജ്ജാലിനെ ഈസാ പ്രവാചകൻ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഭൂമിയിൽ നിലകൊള്ളുന്ന വിശ്വാസികൾ അല്ലാഹു ഒന്നിച്ചു കൊണ്ടുപോകും. പിന്നീട് ഭൂമിയിൽ ഉണ്ടാകാരാണ് ഏറ്റവും മോശമായ, അള്ളാഹെന്ന് പോലും പറയാൻ മനസ്സ് വരാത്ത അത്രയും നീച നികൃഷ്ട ജീവികളാണ്. ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഫഅലൈഹിം തഖൂമുസ, അവരുടെ മേലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അവരാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. വിശ്വാസികളെ, നമ്മളിതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ദാബത്തിൽ അർളു വരുന്ന കാര്യം ആലോചിക്കേണ്ട, മറ്റുള്ള കാര്യങ്ങൾ അലാമാത്ത് യൗമുൽ ഖിയാമത്ത് റസൂലുള്ളാഹി പറഞ്ഞൊക്കെ അതിന്റെ മുറക്ക് കൃത്യമായിട്ട് ഖുർആനും ഹദീസും പറഞ്ഞ് സംഭവിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകുക എന്നതാണ് പ്രശ്നം. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും. ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിൽ എത്ര ശ്രദ്ധയുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര ശ്രദ്ധയുണ്ട്, ഖുർആൻ ഓത്തിൽ എത്ര ശ്രദ്ധയുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ കണിശതയുണ്ടോ, ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ, രഹസ്യ ജീവിതം വിശുദ്ധമാണോ, മക്കളോടുള്ള പെരുമാറ്റം എത്ര കൃത്യമാണ്, ഒരു വാപ്പ എന്ന നിലക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ, ഉമ്മ എന്ന നിലക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ, ഇതൊക്കെ ആലോചിച്ചോളൂ. നമ്മൾ ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. എങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ലാ ഖൗഫുൻ അലൈഹിം, ഒരു പേടിയും പേടിക്കണം, പടച്ചറബിന്റെ കാവലുണ്ടാവും. നമ്മളിതൊക്കെ കേൾക്കുമ്പോ അന്ത്യദിനത്തെ ലക്ഷണങ്ങൾ ഇന്നതാണ് എന്നൊക്കെ പ്രവാചകൻ പലതും പറഞ്ഞിട്ടുണ്ട്, പലതും പുലർന്നിട്ടുണ്ട്, പലരും പുലരാനിരിക്കുന്നു. പക്ഷെ നമ്മളിതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മതയുള്ളവരും ശ്രദ്ധയുള്ളവരും തഖ്വയുള്ളവരുമാകാൻ ശ്രദ്ധിക്കുക എന്നതാണ് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അല്ലാഹു പറയാണ്, ആ സംഭവം അഥവാ അന്ത്യദിനം സംഭവിക്കുന്നതോടനുബന്ധിച്ച് ആ വാക്ക് സ്ഥിരപ്പെട്ടാൽ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ഇതാ വഖഅ സംഭവിച്ചാൽ അൽ ഖൗലു, ആ വാക്ക് സ്ഥിരപ്പെടുമ്പോൾ എന്നത് ഉദ്ദേശിക്കുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ അലൈഹിം എന്ന സത്യനിഷേധികളുടെ മേൽ അഖ്റജ്ന, നാം പുറത്തു കൊണ്ടുവരും, ലഹും അവർക്ക് ദാബത്തൻ മിനൽ, ഭൂമിയിൽ നിന്നൊരു ജന്തുവേ, തുകല്ലിമുഹും, അത് അവരോട് സംസാരിക്കും. കല്ലമായി കല്ലിമു തക്ലീം എന്ന സംസാരിക്കും. എന്താ സംസാരിക്കണതിൽ മെയിൻ വിഷയം അന്നന്നാസ, തീർച്ചയായും മനുഷ്യർ കാനു അവർ ബിയായ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ലാ യുഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നില്ല. ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് നിരാകരിച്ച് ഭൗതികതയുടെ പിറകിൽ അഥവാ അള്ളാനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണല്ലേ കൂട്ടരെ നിങ്ങൾ. എന്തുകൊണ്ട് അമ്പിയാക്കളുടെ വാക്കുകൾ നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കും. അങ്ങനെ അതോടുകൂടി യോമന ഹശ്റു, അള്ളാഹു ഇതിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹശ്റാണ്. എന്താ ഹശ്ർ? ഒരുമിച്ച് കൂട്ടല്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് തുടർച്ചയായി ഖിയാമത്ത് നാൾ സംഭവിക്കാം അല്ലേ? ഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ വൈദാഹും ബിസ്സാഹിറ. ഖുർആൻ ഒരൊറ്റ ഘോര ശബ്ദം, സുഹൃത്തുക്കളെ, എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം സംഭവിക്കും. ഒറ്റ കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് കാര്യം സംഭവിക്കും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ. ഖിയാമത്ത് നാളെ പറ്റി മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയും, രണ്ടാമതൊരു കാഹളത്തോടുകൂടി ഫൈദാഹും ഖിയാം, എല്ലാവരും എണീക്കുകയാണ്. സകലരും എവിടെയാണോ തങ്ങൾ അടക്കം ചെയ്യപ്പെട്ടത്, ഇൻകാനത്ത് ഖുർആൻ പറയാൻ ഇൻകാനത്തില്ല സൈഹ വാഹിദ ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറുൻ, എല്ലാവരും റബ്ബിന്റെ അരികിൽ ഹാജരാവുകയാണ്. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അമ്പിയാക്കൾ അടിവരയിട്ട് പറഞ്ഞ പരലോകമാണല്ലോ,
ഞാനിത് നിഷേധിച്ചവനാണല്ലോ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുന്നിടങ്ങി. വിശ്വാസികളെ ഓരോരുത്തരേക്കും അവരവരുടെ കർമ്മരേഖകൾ കാണിച്ചു കൊടുക്കാൻ റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം. സഹീഫത്തുൽ അഅ്മാൽ മുന്നിൽ നിരത്തി വെക്കുന്ന രംഗം അല്ലേ? സാക്ഷി വിസ്താരം നടത്തുന്ന ലോകം. കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുന്നു. സുഹൃത്തെ, വായക്ക് സീല് വെക്കുന്നു. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. തേച്ചുമിനിക്ക് നടക്കുന്ന നമ്മളെ കൈകൾ സുഹൃത്തെ നമുക്കെതിരെ സംസാരിക്കുന്നു. ഭൂമി വർത്തമാനം പറയാൻ വന്നാൽ ഭൂമി വർത്തമാനം പറയും. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി വർത്തമാനം പറയും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, എന്ത് വർത്തമാനമാണ് ഭൂമി പറയുക? ഞങ്ങൾക്കെതിരെയാണോ ഭൂമി സംസാരിക്കുക എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അതേ, ഇന്നടിമ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന പ്രവർത്തനം ചെയ്തുവെന്ന് ഭൂമി വിളിച്ചു പറയും. അല്ലേ? എന്തെങ്കിലും ഒരു വേണ്ടാത്ര ഇന്ന് ചെയ്താൽ അവിടെ ക്യാമറയിൽ കൃത്യമായി പതിയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇന്ന ലോകത്ത്. ഏതൊരാൾ എന്ത് ചെയ്താലും പെട്ടെന്ന് പിടിക്കപ്പെടുന്നതുകൊണ്ടാ എല്ലാം റെക്കോർഡിങ്ങിലുണ്ട്. വിശ്വാസികളെ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ആയത്ത് പഠിക്കുമ്പോ ഈ ഇരിക്കണ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ആലോചിച്ചോ, വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മളും ഇവിടെ മാറിക്കൊടുക്കേണ്ടവരാണ്. എന്നിട്ടോ വയോമ ഒരു ദിവസം നെഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും. ഈ സംസാരിക്കുന്ന ഞാനുണ്ടാകും ആ ഒരുമിച്ച് കൂട്ടുന്നതിൽ. സുഹൃത്തുക്കളെ, ഈ ഇരിക്കണ ഞാനും നിങ്ങളും ഉണ്ടാകും. വയോമ ഒരു ദിവസം നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും. മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജാ എല്ലാ സമുദായത്തിൽ നിന്നും ഓരോരോ കൂട്ടം ആളുകളെ. വതഅതൂന അഫ്വാജാ ലേ ഖുർആനിലെ സൂറത്ത് നബയിലെ ആയത്താണ്. വതഅതൂന അഫ്വാജാ കൂട്ടമായി റബ്ബിന്റെ മുന്നിലേക്ക് മനുഷ്യനെത്തുകയാണ്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാആ കഅന്നഹും ഇലാ നുസബി യൂഫിളൂൻ. ലക്ഷ്യത്തിലേക്ക് ഓടുന്നവരെ പോലെ ഓരോരുത്തരും അള്ളാഹിന്റെ മുന്നിലേക്ക് വരിക. അള്ളാഹ് പറയാണ്, യൗമാ ദിവസം നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും. മിൻ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിൽ നിന്നും ഫൗജൻ കൂട്ടമായി ഓരോരോ സംഘത്തെ. മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ. സുഹൃത്തുക്കളെ, ഒറ്റ കുട്ടിയും അള്ളാഹുവിന്റെ പിടിയിൽ പെടാതിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ നിർബന്ധിക്കലില്ലാത്തത്. എന്ത് അക്രമവും ഈ ലോകത്താര് ചെയ്താലും സുഹൃത്തെ അവന് സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഇവിടെ അള്ള പിടികൂടിയിരുന്നുവെങ്കിൽ ഒറ്റ കുട്ടിയും ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹു എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാം. ഹറാമിൽ മുങ്ങിക്കുളിക്കുന്നവൻ മുങ്ങിക്കുളിക്കട്ടെ, അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു ദിവസം അതാ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അതുകൊണ്ടാണ് നബിയോട് പറഞ്ഞ് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈതിരിൻ. സുഹൃത്തെ, ഈ ക്ലാസ് ഞാനും നിങ്ങളും ഇങ്ങനെ കേട്ട് നാളെ സുബഹിക്ക് പള്ളിയിൽ പോയാതെ ഞാനും നിങ്ങളും കിടന്നുറങ്ങിയാൽ ആർക്ക് പോയി? സുഹൃത്തെ, നമുക്ക് നഷ്ടം. ഒരു പേജ് ഖുർആൻ ഓതാൻ മനസ്സ് കാണിക്കാതെ സുഹൃത്തെ നമ്മൾ സഞ്ചരിച്ചാൽ അതിന്റെ ദുരന്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോ ഓരോരുത്തരും അവരെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ എത്രമാത്രം നന്മകളുണ്ട്. ഈ രംഗത്തേക്ക് ഞാനും നിങ്ങളും വല്ലാതെ വൈകാതെ എത്തിപ്പെടും. അല്ലാഹ് പറയാ, വയോമാ ഒരു ദിവസം നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജാ എല്ലാ സമുദായത്തിൽ നിന്നും കൂട്ടമായി സംഘമായി റബ്ബിന്റെ മുന്നിലേക്ക് വരും. ആര്? മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ.
അല്ലേ? ഫിർഔൻ റബ്ബിന്റെ മുന്നിലേക്ക് വരും, നമ്രൂദ് വരും, അബൂജഹൽ വരും, ഉത്തബത്ത് വരും, ഷൈബത്ത് വരും, സകലരും പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ മുന്നിൽ വന്നുള്ള രംഗം നിങ്ങൾ നോക്ക്. ഖശഅത്തിൽ അസ്വാത്തിൽ റഹ്മാൻ, എല്ലാരെ ശബ്ദവും താന്നു പോകാൻ, എല്ലാരെ മുഖവും കുനിക്കുകയാണ്. ഒറ്റ കുട്ടിക്കും മിണ്ടാട്ടല്ല. സുഹൃത്തേ, ഹാദാ യൗമുലാ യൻതിഖൂൻ, ഒറ്റ കുട്ടിക്ക് മിണ്ടാൻ അവസരം കൊടുക്കൂല. ഖുർആൻ പറയാണ് വലാ യൂസൻലവും പെർമിഷൻ കൊടുക്കൂല. വല്ലവർക്കും ചാൻസ് കൊടുത്ത പോലെ നാവിന് നല്ല നീട്ടാണ്, ചാൻസ് കൊടുക്കൂല. അതാണ് മാഷറ, അതാണ് പരലോകം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ശ്രദ്ധിക്കണേ എന്ന് പ്രവാചകൻ സംസാരിക്കാൻ റസൂലുള്ളാഹി അന്ത്യദിനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അർരിജാലു വന്നിസാ, നഗ്നവാദരായി വിശ്വാസികളെ നഗ്നരായി റബ്ബിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗം മഹാനായ പ്രവാചകൻ അന്ത്യദിനത്തിന്റെ ഭീകരത വിശദീകരിച്ചപ്പോ ആയിഷ ബീവി ചോദിച്ചു, നബിയേ നഗ്നരായിട്ടല്ലേ ആണും പെണ്ണും മാശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരിക? എന്നിട്ടവിടെ ഇന്നാളുകൾ ആദ്യമായി ഡ്രസ് അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ചു, അർരിജാലു വന്നിസാ, ആണും പെണ്ണും ഒന്നിച്ചല്ലേ വരിക? അവർ അന്യോന്യം ഔറത്തിനെ പറ്റി ആലോചിക്കില്ലേ, നോക്കില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ള പറഞ്ഞു, ആയിഷ അൽ യൗമു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅ്ദ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്തിനെ പറ്റി ആലോചിക്കുന്ന ദിവസമല്ലത്, അത് ഭീകരമാണ്, ഭയാനകമാണ് എന്ന് റസൂലുള്ള പറയുന്നു. എന്നിട്ട് ഹജ്ജ് എന്ന സൂറയിൽ 1-ാമത്തെ ആയത്ത് പ്രവാചകൻ തിരുമേനി ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഏ മനുഷ്യരെ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അന്ത്യദിനത്തിന്റെ പ്രകമ്പനം ഭീകരമാണ്. അത് സംഭവിക്കുമ്പോ പ്രസവിക്കാറായ സ്ത്രീകൾ, പ്രസവിക്കാനായ സ്ത്രീകൾ സമയാകാതെ പ്രസവിച്ചു പോകും. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അശ്രദ്ധമാവുക, വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, എല്ലാവർക്കും എന്തോ ഒരു വിഷം വന്നതുപോലെ, വമാഹും ബിസുക്കാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. നമ്മൾ ഈ ആയത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കണം. ഭൗതികതയുടെ പിറകിൽ മുന്നോട്ട് പോകാതെ ആഖിറമാണ് പ്രശ്നം. വൽആഖിറതു ഖൈറും വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ്സുഫിൽ ഉലാ സൂഫി ഇബ്രാഹീം വമൂസാ. വിശ്വാസികളെ, വയോമ, ഒരു ദിവസം കൊണ്ടാണല്ലോ, ഒരു ദിവസത്തെ സൂക്ഷിക്കാനാ ഖുർആൻ ആവശ്യപ്പെടുന്നത്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ദാലിക്കൽ യൗമുൽ ഹഖ് വമൻ ശാഅ തഖദ ഇലാ റബ്ബിഹി മആബാ. യൗമ, ഒരു ദിവസം, നഹ്ശറു, നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും സംഘങ്ങളെ, മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ, ഫഹും യൂസഊൻ, അവർ എരമ്പി ഒരുമിച്ച് എല്ലാവരും ഒന്നും അങ്ങോട്ടും മാറിപ്പോകാതെ ഒരുമിച്ച് കൂടും, അള്ളാന്റെ മുന്നിലേക്ക് വന്ന് ചേരും. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. നമ്മൾ ഈ ആയത്തും ചൊല്ലു, വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. തീർച്ചയായും മനുഷ്യൻ, കാനു, അവരായിരുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, ലാ യുഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നില്ല. എന്നാൽ പരലോകത്തെത്തുമ്പോ നരകോ കണ്ണുകൊണ്ട് കാണുമ്പോ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറയും, പക്ഷെ അള്ളാഹു സ്വീകരിക്കൂല. അപ്പോൾ പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ വലൗ ശീനാ ലാതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ.
വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ചല്ലൂ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. വല്ലാത്ത കണ്ണു തുറക്കേണ്ട ഒരായത്താണിത്. അള്ളാഹ് പറയാണ്, മഹ്ശറിലെത്തുമ്പോ തീജ്വാലക്ക് താൻ വിറകാകുമെന്നവന് ബോധ്യപ്പെടുമ്പോ, സാഹചര്യങ്ങൾ അവനെതിരാണെന്നവന് ബോധ്യപ്പെടുമ്പോ റബ്ബിനോട് അവൻ കെഞ്ചി കെഞ്ചി പറയുക. എല്ലാരും ഉഷാറായിരുന്നാണ് അവസാനിപ്പിക്കാം. എല്ലാരും ശ്രദ്ധിച്ചിരിക്കൂട്ടോ. ആ അവിടെ റബ്ബനാ ബുസ്സർനാ, അല്ലാഹ് ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച വന്നിരിക്കുന്നു. പരലോകമൊക്കെ നിഷേധിച്ച് ഞങ്ങൾക്ക് പരലോകം സത്യാന്ന് ബോധ്യപ്പെട്ടിരുന്നു. കണ്ണിനും കാതിനൊക്കെ കറക്റ്റ് പവർ വന്നിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് അല്ലാഹ് പറയാം, റബ്ബനാ ഫർജിഅനാ, ദുനിയാവിലേക്ക് റബ്ബേ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണേ. നഅമൽ സ്വാലിഹൻ, സുകൃതങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ നന്മകൾ ചെയ്തു കൊള്ളാം. നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ, ദൃഢവിശ്വാസിയായി വരാന്നാ പറയുന്നത്. വിശ്വാസിയൊന്നുമല്ല. കാരണം എന്താണ്? അതൊക്കെ കണ്ടിക്കാണോനെ. ഇതിനൊക്കെ നിഷേധിച്ചതിലേക്ക് അവൻ എത്തിപ്പെട്ടിരിക്കുകയാണ്. റബ്ബിനോട് അവൻ കെഞ്ചുന്നു, അല്ലാഹ് ഞാൻ വിശ്വാസിയായി നല്ലവനായി നല്ല ജീവിതം കാഴ്ചവെച്ച് ഞാൻ ദുനിയാവിലേക്ക് തിരിച്ചു വരാം. ആ സമയത്ത് അല്ലാഹ് പറയുന്ന ഒരു വാക്ക് നോക്ക്. വെള്ളിയാഴ്ച ഞാനും നിങ്ങളും പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോ അവിടെ ഓതിക്കേൾക്കുന്ന സൂറത്താണ്. വലൗ ശിഅനാ ലആതൈനാ, എടോ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അനക്ക് ഹിദായത്ത് ഞാൻ തരും. അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആയിരക്കണക്കിന് അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഞാൻ തന്നിട്ട് ഉപയോഗപ്പെടുത്താത്തവനെ അനുഭവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹ് നമ്മൾ നന്നാകണ്ടെന്നൊരു താല്പര്യമില്ല. നന്നാകണ്ട എന്നതിൽ നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണല്ലോ. സകല അടിമകളും നന്മയിലാകണമെന്ന് റഹ്മാനായ റബ്ബ് ആഗ്രഹിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്താ? കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ദുനിയാവിൽ നമുക്കൊരു സ്വാതന്ത്ര്യം നൽകി എന്നതാണ്. സുഹൃത്തുക്കളെ, ഈ ഇരിക്കണം നമുക്ക് സ്വർഗം കിട്ടണോ നമ്മൾ തന്നെ നമ്മളെ കാര്യം തീരുമാനിക്കേണ്ടത്. നമുക്കൊരു ചെറിയ മനസ്സുണ്ടോ നന്മയിൽ സഞ്ചരിക്കണം, 1000 വട്ടം അല്ലാഹ് നമ്മുടെ കാര്യത്തിൽ അനുഗ്രഹിക്കും. നമ്മൾ ശ്രദ്ധിച്ചോളൂ. 1000 അല്ലാഹു നമ്മുടെ കാര്യത്തിൽ ആഗ്രഹിക്കും. വസ്നിയസ്സിറുഹുലിൽ യുസ്റാ. എന്നാലോ ഒരടിയന് നന്നാകണ്ടെന്നാണോ മനസ്സെങ്കിൽ ഇന്നോ നന്നാകൂല. അബൂജഹൽ എന്തുകൊണ്ട് നന്നായില്ല? അബൂ ത്വാലിബ് എന്തുകൊണ്ട് നന്നായില്ല? മാനസാന്തരത്തിന് അദ്ദേഹം ഒരുക്കമായില്ല എന്നതാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു വ്യക്തി തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ ഒരുക്കമല്ലേ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇടപെടൂല. ശ്രദ്ധിച്ചോളൂ. ഇരിക്കുന്ന നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചവരാ. നന്മയിൽ സഞ്ചരിക്കുമെന്നൊരു മനസ്സ് റബ്ബ് നമുക്ക് നൽകി. ഈ മനസ്സ് അള്ളാഹു മരണം വരും വരേക്കും നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ആയത്ത് ഞാൻ ഓതും എപ്പോഴും എന്റെ മനസ്സിൽ ഇല്ലാത്തൊരു സന്തോഷം. എന്നാ അതിനർത്ഥം അല്ലാഹ് നന്മയിലേക്കുള്ള വിളിക്കുന്നൊരു വിളി ഞാൻ കേട്ടു. ഈ ഇരിക്കണ നമ്മളൊക്കെ അങ്ങനെയാണ്. അല്ലാഹ് നന്മയിലേക്കുള്ളൊരു വിളി ഞാൻ കേട്ടു. സ്വർഗത്തിലേക്കുള്ള പാത ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടു. ഫാമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ ജീവിതം നന്നാക്കാണ്. കഴിഞ്ഞ നേരത്തെ ഒരു ആയത്തെന്താണ്? അതൊന്നും ഭൂമിയിൽ ബോധ്യപ്പെടാത്ത മഹ്ശറിലെത്തിയിട്ട് നരകോ സ്വർഗത്തേക്ക് പോകാന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഫർജിന എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് പ്രിയപ്പെട്ടവരെ. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ ആരായിരിക്കണം? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കാനും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖുർആന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കും വിശ്വാസികളെ നമുക്കൊരു വല്ലാത്തൊരു മാധുര്യം. ദീനിന്റെ നസീഹത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നിങ്ങൾ വീട്ടിൽ നല്ലവണ്ണം ഓതി നോക്കണം. നമ്മുടെ സൂറയിലെ ഇവിടെ എത്രാമത്തെ ആയത്തത്? 72, 83. ഓക്കെ, ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കണം. ഈ ആയത്ത് ധാരാളം തവണ അതിന്റെ തഫ്സീറൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് വിശാലമായൊരു താല്പര്യം, ഒരു കൃത്യമായൊരു ബോധം നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മെ ഒത്തുചേർക്കുമാറാകട്ടെ. എല്ലാ ആഴ്ചയിലും എന്തൊക്കെ തിരക്കാണെങ്കിൽ പ്രിയപ്പെട്ട 7:30 തുടങ്ങി
7:40 ആയിട്ടുണ്ട്. 8:30 ആയപ്പോൾ ക്ലാസ് അവസാനിപ്പിച്ചു. ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് ഏറി വന്ന ക്ലാസ്. അള്ളാന്റെ ഖുർആനിൽ 2 ആയത്ത് ബോർഡിൽ എഴുതി അതുമായി ബന്ധപ്പെട്ടൊരു നസീഹത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പരലോകത്തേക്കുള്ളൊരു യാത്രയാണ്. അള്ളാഹിന്റെ ദീനിനെ പറ്റിയുള്ളൊരു ഒഴിഞ്ഞിരുന്ന അള്ളാഹിനെ പറ്റി ഓർക്കുക എന്നുള്ള ഖുർആന്റെ ആയത്തിന്റെ പുലർച്ചയാണ്. വദുക്കുരിസ്മ റബ്ബിക വതവക്കൽ ഇലൈഹി തവക്കൽ. റസൂലുള്ളാഹി പറയാ, തിരക്കിനടിയിൽ ഒന്ന് മാറിയിരിക്കണം, എന്നിട്ട് അള്ളാഹിനെ പറ്റി ഓർക്കണം. നമ്മൾ അതിനാണ് ഈ സദസ്സിൽ വരുന്നത്. എല്ലാവരും വരിക. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന മക്കളെ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. ഒരാഴ്ചയും പ്രിയപ്പെട്ടവരെയും മുടങ്ങരുത്. അള്ളാഹു ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒത്തുചേർക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒത്തുചേർക്കുമാറാകട്ടെ. മരണം വരും മുമ്പ് പരലോക രക്ഷയ്ക്ക് വേണ്ട വിഭവങ്ങൾ സമാഹരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് അള്ളാഹു നമുക്ക് സിഹാഫി ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു മനസ്സ് റബ്ബ് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകൊള്ളുമ്പ നൽകുമാറാകട്ടെ. കൺകൊള്ളുമ്പയുള്ള ഒരു കുടുംബാന്തരീക്ഷം റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാർദ്ധക്യത്തിന്റെ അവശതകൾ കഴിയും നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. മരിച്ചുപോയവർ ധാരാളം. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നമ്മളെ പഠിതാക്കൾ മരിച്ചുപോയി. എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഖബറിൽ. നമ്മളെ റസാക്കാക്കു, നമ്മളെ ബിന്ദി ഈ അടുത്ത് മരിച്ചുപോയ ആളുകളാണ്. നമ്മളെ അബുക്ക, അങ്ങനെ കുറെ ബഹുമാനി വ്യക്തിത്വങ്ങൾ. അള്ളാഹുയുടെ ബർസഖ് സ്വർഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ നമ്മളെ കണ്ണിലിങ്ങനെ കാണുകയാണ്. അള്ളാഹു അവരുടെ ബർസഖ് സ്വർഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഷൗക്കത്താക്കും. നമ്മൾ ഫാത്തിമ താത്താന്റെ മോന് ഷൗക്കത്താക്കും. മൂപ്പരൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മളെ ക്ലാസ് ഒന്നും മുടക്കാതെ വന്നിരുന്ന ആളാണ്. അങ്ങനെ കുറെ മഹൽ വ്യക്തിത്വങ്ങൾ അല്ലേ. ഇവിടെ ഇരുന്നിരുന്ന നമ്മളെ ബഹുമാനായ ഹമീദാജി, അങ്ങനെ നമ്മൾ ഇബ്രാഹിം മാഷ്, അങ്ങനെ കുറെ ആളുകൾ, പേര് പറയാത്തതും പറയുന്നതുമായ വിശ്വാസികളെ, ഓലൊക്കെ ഇതുപോലെ ഈ സദസ്സിൽ വന്നിരുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. ഓലൊക്കെ ബർസഖിലാണ്. അള്ളാഹുവിടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മയാൽ അജ്ഞതയാൽ വിവേകത്താൽ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഭക്ഷണം, ഞാൻ ലഡു മതി അല്ലെങ്കിൽ എന്ത് മതിയാണ്, അപ്പൊ ഒരു ബിരിയാണി തരാൻ തീരുമാനിച്ചിരിക്കാം. നമ്മളെ ബഹുമാനായ റസാക്കാക്ക്, നമ്മളെ കുഞ്ഞോമാക്കാന്റെ കുഞ്ഞോമാക്കാന്റെ ഇളയച്ചനാണ് റസാക്കാക്ക്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇവര് ദുബായിലാണ് കാലങ്ങളായിട്ട്. വല്ലപ്പോഴും വരുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിന് വരും. ഇപ്പൊ ഒരു കാൽമുട്ട് ശാസ്ത്രക്രിയ കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ കാൽമുട്ടും കാലിനൊരു വളവായിരുന്നു. അത് ഇപ്പൊ ശരിയാക്കി അൽഹംദുലില്ലാ. അപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. അള്ളാഹു മറ്റേ കാല് പൂർണ്ണമായും ക്ലിയർ ആയി. ഇപ്പൊ മറ്റേ ചെയ്തിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പൊ പൂർണ്ണമായി ഭേദമായിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായി മാറ്റി അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സിഹാഫി ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഒരു ഓപ്പറേഷൻ സക്സസ് ആയി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ ഉമ്മാക്കാണ് കുറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വസ്ഥതയും സമാധാനം നൽകുമാറാകട്ടെ. ആഖിറത്തും പരലോകത്തും അവരെയും നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്വല കഴിഞ്ഞു പോകുന്ന സമയത്ത് ആ പേക്കായിട്ടാണ് ഓരോരുത്തർക്കും ഒരു ഭക്ഷണപ്പൊതി അത് വാങ്ങിയിട്ട് പോകണം. അള്ളാഹു ബാരിക് ലഹും ഫീമാ റസഖ്തഹും. ശരിക്കൊരു ഭക്ഷണം നൽകിയുള്ള ഒജിയൻ തന്നൊരിക്കലും പ്രാർത്ഥന ഉണ്ട്. അതെന്താണ്? അള്ളാഹു ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ. നമ്മൾ എവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് ബർക്കത്താണ്. കൈയെഴുകാന് വകണ്ട് എന്ന് പറഞ്ഞത് കൈയെഴുകാൻ വകണ്ടായിക്കാണ്. ഞാൻ കുഞ്ഞുമാക്കാണ് പറഞ്ഞു എന്തെങ്കിലും വല്ല നട്സോ മറ്റൊക്കെ മതിയായിരുന്നു. അപ്പൊ ഒരു ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞേക്കാണ്. മുറാഗോ ഇൻഷാ അല്ലാഹ് ഫേൽ ഇൻഷാ അല്ലാഹ് അത് വാങ്ങിയിട്ട് പോകണം. അറിയിക്കാൻ നിസ്കരിച്ചിട്ട് പിരിയാൻ.